വചനചൈതന്യം ഹൃദയത്തിൽ പേറി വചനം പങ്കുവയ്ക്കുവാൻ തീക്ഷ്ണതയോടെ യാത്രയാകുന്ന അഭിഷിക്തരോടൊപ്പമാണ് നാം ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൽ സഞ്ചരിക്കുന്നത്. രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ യേശു ലോകരക്ഷകനെന്ന് ധീരതയോടെ വിളിച്ചു പറയുവാൻ ഇവർ കാണിക്കുന്ന ആവേശമാണ് ഇവരെ വ്യത്യസ്തരാക്കുന്നത്. പാപം പെരുകുന്ന ഈ യുഗാന്ത്യ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ കൃപയും കാരുണ്യവും ഏറ്റുവാങ്ങി പുതിയ ചൈതന്യത്തിൽ സഭാതനയരെ നയിക്കുവാൻ വിളി ലഭിച്ചവരാണ് ഇവർ. ഇത് ഫാദർ ചെറിയാൻ നേരേവീട്ടിൽ, സത്യദീപം ചീഫ് എഡിറ്ററായും ജീസസ് യൂത്ത് എന്ന ആത്മീയ യുവജന മുന്നേറ്റത്തിൻ്റെ സന്തത സഹചാരിയായും നിരവധി വചനവേദികളിലെ സാന്നിധ്യവുമായും ദൈവിക ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ജീവിതം. ബലിജീവിതത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും സുവിശേഷ ദീപവുമായി അനേക മിഷൻ ദേശങ്ങളിലേക്ക് സഞ്ചരിച്ച യാത്രകളെക്കുറിച്ചും ഫാദർ ചെറിയാൻ നേരേവീട്ടിൽ നമ്മോട് പങ്കുവെക്കുന്നു. ചിരാച്ച, അച്ഛൻ ജോഷുവ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ, കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതം, പ്രത്യേകിച്ച് വീട്ടുകാരെക്കുറിച്ചും അച്ഛൻ്റെ ഒരു വൈദികനാവാനുള്ള തീരുമാനത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛൻ പറയായിരുന്നു. അച്ഛൻ അന്നേരം എടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുക. കാരണം ഒന്ന്, ആ ഡീക്കൻ പട്ടം കഴിഞ്ഞാൽ ഈ വൈദികനാവാനുള്ള സമയത്തിന് മുമ്പ് അച്ഛൻ ധ്യാനിച്ച സമയത്താണ്, അച്ഛൻ്റെ ആ ഒരു ധ്യാന സമയത്ത് വന്നൊരു ചിന്തയാണല്ലോ അച്ഛൻ പറഞ്ഞ്, ഈ അന്ധകാര ലോകത്തൊരു വെളിച്ചമാകാൻ അല്ലെങ്കിൽ പ്രകാശമാകാനാണ് ഓരോ വൈദികനും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അച്ഛാ, നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങൾ പറയണം. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ, അച്ഛൻ്റെ ഒരു വൈദികനായതും അച്ഛൻ്റെ വളർച്ചയും അല്ലെങ്കിൽ മുമ്പോട്ട് ദൈവം നയിച്ച വഴികളും ഇന്നായിരിക്കണം അച്ഛൻ്റെ പൊസിഷൻ. ഈ ഇപ്പോൾ സത്യദീപത്തിൻ്റെ ഒരു മലയാളം ചീഫ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരുപക്ഷെ കേരളം മുഴുവൻ ഒരുപോലെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പത്രത്തിൻ്റെ 89 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പത്രത്തിൻ്റെ പത്രാധിപരാണ്. ഈ വഴികളെല്ലാം അച്ഛൻ താണ്ടി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു അച്ഛൻ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും ദൈവാശ്രയത്വം കൊണ്ട് തന്നെയാണെന്ന് അച്ഛനോടുള്ള അടുത്തുള്ള ഇടപെടലിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജീസുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെൻറ്റിലൊക്കെ അച്ഛൻ എന്തുമാത്രം ഒരു ദൈവാശ്രയത്വത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവാശ്രയത്വത്തിൻ്റെ വഴികളെക്കുറിച്ച് അച്ഛൻ്റെ ബോധ്യം, ആ ഒരു പരിപൂർണ്ണ ദൈവാശ്രയത്വത്തിൽ അച്ഛനുണ്ടായ ചില അനുഭവങ്ങളും കൂടി അച്ഛനൊന്ന് പങ്കുവയ്ക്കണം. ദൈവാനുഭവവും ദൈവാശ്രയത്വവും ഒരു പുരോഹിതൻ്റെ കൈമുതലായിരിക്കേണ്ടതാണ്. കാരണം ഒരു പുരോഹിതൻ കയ്യിലൊന്നുമില്ലാതെ എന്നാൽ എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനായിട്ട് മുൻപോട്ട് ഇറങ്ങുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിക്കാതെ മുൻപോട്ട് പോകാനായിട്ട് പുരോഹിതന് പറ്റില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവാശ്രയ ബോധം എന്നിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധ അമ്മയോടുള്ള അതിര് കടന്ന ഒരു അറ്റാച്ച്മെൻറ്റും, രണ്ട്, വിശുദ്ധ കുർബാനയോടുള്ളൊരു സ്നേഹവും. ഒരുപക്ഷെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഒത്തിരി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, വിശുദ്ധ കുർബാനയുടെ പുതിയ തലങ്ങളിലേക്കൊക്കെ കടക്കാനായിട്ട് എനിക്ക് സാധിച്ചതും ഈ വിശുദ്ധ കുർബാനയോടുള്ള പ്രേമമാണ്. എന്നെ ആദ്യമായിട്ട് കൗൺസിൽ ചെയ്ത, ഇപ്പോൾ ഷാലോം ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ, അന്ന് സിസ്റ്റർ ജൂനിയറാണ്, ഡാഫ്നി സിസ്റ്ററിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വന്നൊരു സിസ്റ്ററാണ് MSMI കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ. എൻ്റെ തലയിൽ കൈവച്ചിട്ട്, ഞാൻ ഫുൾ ടൈമർഷിപ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആദ്യമായി തലയിൽ കൈവച്ചിട്ട്, എന്താണ് ഫുൾ ടൈമർഷിപ്പ് എന്നൊക്കെ അച്ഛൻ പിന്നീട് പറയുമല്ലോ, തീർച്ചയായിട്ടും പറയും. അന്ന് ആദ്യമായിട്ട് എന്നെ കൗൺസിൽ ചെയ്ത സമയത്ത് സിസ്റ്റർ എന്നോട് വെളിപ്പെടുത്തിയ ഒരു കാര്യം ഇത് തന്നെയാണ്. അച്ഛന് പരിശുദ്ധ അമ്മയോടുള്ള, ഞാനന്ന് ബ്രദറാണ്, പരിശുദ്ധ അമ്മയോടുള്ള ഒരു സ്നേഹം വളരെ ശക്തമായിട്ട് ഞങ്ങൾ കാണുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രൊട്ടക്ഷൻ അച്ഛന് ഭയങ്കര ശക്തമായിട്ട് കാണുന്നു എന്നൊക്കെ അന്ന് സിസ്റ്റർ പറഞ്ഞത് നീണ്ട 19 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്നെ ദൈവാശ്രയ ബോധവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പവും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും. വളരെയധികം അനുഭവങ്ങളിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ മിഷൻ യാത്രകളിലെ ഒരു അനുഭവമാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആസാം, മേഘാലയ, അതെ, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ, ആ സംസ്ഥാനങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ വർഷം പ്രമാണിച്ച് ദിവ്യകാരുണ്യ ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങാനായിട്ട് ജീസസ് യൂത്തിനൊരു യാത്രയുണ്ടായിരുന്നു. ആ യാത്രയുമായി ബന്ധപ്പെട്ടതാണ് ഒരു അനുഭവം. അന്ന് നോർത്ത് ഈസ്റ്റിൽ
ഒരു 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 ഹർത്താലുണ്ടായാൽ, ഒരു ബന്ധുണ്ടായാൽ അവിടുത്തെ ജീവിതം തന്നെ സ്തംഭിച്ചു പോകും. അവിടെ 30-40 ദിവസത്തേക്ക് ബന്ധമാണല്ലോ അവിടെ. അതെ അതെ. അപ്പോൾ ബന്ധം എപ്പോൾ തുടങ്ങുമെന്ന് എപ്പോൾ അവസാനിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ടീം 12 പേരുണ്ട്. ലിയോ ടോമും ഞാനുമാണ് നോർത്ത് ഈസ്റ്റിൽ ഈ 12 പേരിൽ ആദ്യമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ളവർ. ബാക്കിയുള്ള 10 പേരും ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ ആസാം, മണിപ്പൂർ, മിസോറം, അരുണാചൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ദിവ്യകാരുണ്യ ആരാധന കേന്ദ്രങ്ങൾ തുടങ്ങാനായിട്ടുള്ള യാത്രയാണത്. അപ്പോൾ ആസാം ബോർഡറിലെ ദിഫുവിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഇറങ്ങേണ്ടത്. അതിരാവിലെ 1:30 മണിക്കാണ് ട്രെയിൻ അവിടെ എത്തുന്നത്. അടുത്ത സ്റ്റേഷൻ അടുത്ത സംസ്ഥാനത്തിൽ നാഗാലാൻഡിലാണ്. അപ്പോൾ ആ സമയത്ത് ആ ട്രെയിനിൽ ആൾക്കാർ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന അടുത്ത സംസ്ഥാനത്തായിരിക്കും. അങ്ങനെ ആസാമിലെത്തിയപ്പോൾ നമുക്ക് അറിവ് കിട്ടി നാഗാലാൻഡിൽ ഹർത്താലാണ്. നാഗാലാൻഡിൻ്റെ ഹർത്താൽ പിറ്റേ ദിവസം അവസാനിക്കുകയുള്ളൂ. ആസാമിൽ ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം ഹർത്താൽ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ഹർത്താലല്ല. ഹർത്താൽ ഇൻ ഇറ്റ് സ്ട്രിക്റ്റ് സെൻസ്. ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ദിഫു പ്രദേശത്തൊക്കെ ലോങ് ഡേയ്സ് ആണ്, കുറേ ദിവസം. ഒരു 3 പേർക്ക് ഒരുമിച്ച് വർത്തമാനം പറയാൻ പോലും പറ്റില്ല, അനുവദിക്കില്ല. ആ സമയത്ത് തന്നെ വെടിവെച്ചിടാനുള്ള ഓർഡറൊക്കെ വളരെ സ്ട്രിക്റ്റ് സ്ഥലമാണ്. അപ്പോൾ ട്രെയിനിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നുകൊണ്ടും ഞങ്ങൾ ലോക്കൽ ട്രെയിനിൻ്റെ 2 അറ്റത്തായിരുന്നുകൊണ്ടും എല്ലാവർക്കും ദിഫു സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റിയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 5 പേര് മാത്രമേ ഇറങ്ങിയുള്ളൂ. ബാക്കിയുള്ള 7 പേര് അരുണാചലിലേക്ക് പോയി. അല്ല, നാഗാലാൻഡിലേക്ക് പോയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ 12 പേരും ഇറങ്ങിയിട്ടില്ല, ഒരു ഗ്രൂപ്പ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഭാഗ്യത്തിന് ലിയോ ടോം മറ്റേ ഗ്രൂപ്പിൻ്റെ കൂടെയും ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെയുമായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയ സംസ്ഥാനത്ത് പിറ്റേ ദിവസമാണ് ബന്ധം ആരംഭിക്കുന്നത്. അവർ പോകുന്ന സ്ഥലത്ത് നാളെ ബന്ധം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ 2 പേര് പോകുന്ന സമയം 2 സംസ്ഥാനങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഇത്രയും പേരെ കൈവിട്ടതിൻ്റെ ഒരു ഷോക്ക് ഞങ്ങൾക്ക് മാറിയിട്ടില്ല. എളുപ്പമല്ല, കാരണം നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത്. അതെ, പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുന്നു. മറ്റ് 7 പേര് ആദ്യമായിട്ടാണ് അവരിൽ പലരും നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നത്. ഭാഗ്യത്തിന് എല്ലാം ആൺകുട്ടികളാണ്. പക്ഷേ അവരുടെ വീടുകളിൽ നിന്ന് 2 വർഷത്തേക്ക് അവർ ഇറങ്ങിപ്പോന്നിരിക്കുന്നവരാണ്. 2 വർഷത്തേക്കല്ല, 3 മാസത്തേക്ക്. ഞാൻ ദിഫുവിൽ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ 5 പേര് കൂടെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, അയൽ സംസ്ഥാനത്തേക്ക് പോയിരിക്കുന്ന അവരുടെ രക്ഷകൻ നീ മാത്രമാണ്. എന്ത് സംഭവിക്കാം എന്ന് കൈയും കാലം ഒടിക്കുകയല്ല, ജീവൻ വരെ പോകാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. നീ തന്നെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് വളരെ ആത്മാർത്ഥമായി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ശാന്തമായി അതിനുശേഷം ഞങ്ങളവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഒരു 9-10:30 മണിയോടെ അയൽ സംസ്ഥാനത്തിന് മിലിറ്ററി വാഹനത്തിലാണ് ഈ 7 പേരും ഞങ്ങളുടെ ആസാമിലുള്ള ഞങ്ങളുടെ ഹൗസിലേക്ക് തിരിച്ചു വരുന്നത്. അതിൻ്റെ കഥ അവർ വളരെ ശക്തമായിട്ട് പറഞ്ഞു. ആ രാത്രിയിൽ അവരനുഭവിച്ച ദൈവപരിപാലനയുടെ ആഴം അവർ പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു എപ്പിസോഡ് അത് മാത്രം ഉണ്ടാകും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഫ്രെയിമുകളുള്ള ചില പദ്ധതികൾ വിട്ട് കർത്താവിൻ്റെ അതിരില്ലാത്ത സ്നേഹത്തിന് നമ്മളെ കൊടുക്കുമ്പോൾ അത്ഭുതം നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായിട്ട് കർത്താവ് പ്രവർത്തിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ദൈവാനുഭവത്തിൻ്റെ കഥകൾ അച്ഛൻ്റെ മുമ്പോട്ടുള്ള ഷെയറിങ്സിൽ ഇനിയും വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ഞാൻ ചോദിക്കുന്ന അച്ഛന് ധാരാളം ഇപ്പോൾ ജീസസ് യൂത്തിനെ കുറിച്ച് പറഞ്ഞു, പല വിധത്തിൽ പറഞ്ഞു. യൂത്ത് മിനിസ്ട്രി അച്ഛൻ്റെ ഒരു വലിയൊരു ഇൻവോൾവ്മെൻ്റ് ആണ്. അച്ഛന് ആയിരുന്ന ഇടവകകളിൽ അച്ഛൻ യൂത്തിനെ കാര്യമായി അച്ഛൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ അസോസിയേഷനും ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഈ യൂത്ത് മിനിസ്ട്രിയെക്കുറിച്ചുള്ള അച്ഛൻ്റെ ചില അനുഭവങ്ങളും എന്താണ് അച്ഛന് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്രയും ഒരു കാര്യക്ഷമമായും ഇത്രയും പക്വതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രചോദനം എന്താണ്? അത് അച്ഛൻ്റെ ഒരു ദൈവം തരുന്നൊരു പ്രത്യേക കാര്യമായി അച്ഛൻ കാണുന്നുണ്ടോ? യൂത്ത് മിനിസ്ട്രിയുടെ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ഒരേ ഒരു രഹസ്യം നമ്മൾ പ്രവർത്തിക്കുന്നില്ല, യൂത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അച്ഛനെന്ന രീതിയിൽ യൂത്ത് മിനിസ്ട്രിയെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ ഡോക്ടറേറ്റൊക്കെ ഉൾക്കൊണ്ടാണ് ഞാൻ വന്നിരുന്നതെങ്കിൽ എൻ്റെ കുറച്ച് ഡൈനാമിക്സോ എൻ്റെ കുറച്ച് വീക്ഷണങ്ങളോ ഇറക്കാനായിട്ടുള്ളൊരു ആക്രാന്തം അച്ഛനെന്ന രീതിയിൽ എനിക്കുണ്ടാകുമായിരുന്നു. തമ്പുരാൻ ദൈവം സഹായിച്ച് അതിനെ നമ്മളെ അനുവദിച്ചില്ല. പക്ഷേ വളരെയധികം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളുടെ കൂടെ ആദ്യമേ തന്നെ കൂടാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒപ്പം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വൈദിക പരിശീലനത്തിലെ ജസ്യൂട്ട് ഫോർമേഷൻ്റെ സ്വാധീനം. അപ്പോൾ അവർ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ഒരു അവസരമായിട്ട് യൂത്ത് മിനിസ്ട്രി എന്നെ സംബന്ധിച്ചിടത്തോളം മാറി എന്നുള്ളതാണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് വികാരിയായിരുന്ന ഇടവകയിലെ ഒരു അനുഭവം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വികാരിയായിട്ട് ചാർജ് എടുക്കുന്ന ആദ്യത്തെ ഇടവകയിലെ ആദ്യത്തെ പാരിഷ് കൗൺസിലിൽ
പാരിഷ് കൗൺസിൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു, ഉത്ബോധിപ്പിച്ചു അവിടുത്തെ യൂത്തിനെ കുറിച്ച്. സാധാരണ കാർന്നുമാർ യൂത്തിനെ കുറിച്ച് പറയാറുള്ള സകല ക്ലീശേ പ്രയോഗങ്ങളും ഡയലോഗുകളെല്ലാം കാർന്നുമാർ എന്നോട് പറഞ്ഞു, അച്ചോ ഈ ഇടവകയിലെ യുവജനങ്ങൾ പോക്ക് കേസുകളാണ്, അവരെ സൂക്ഷിക്കണം, അവർ പള്ളിയിൽ വരാറില്ല, വരുന്നത് ഇന്ന കാര്യങ്ങൾക്കാണ്. അങ്ങനെ പല പല നല്ല കാര്യങ്ങളും അവരെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ഒപ്പം എനിക്ക് ഉപദേശവും തന്നു. അപ്പോൾ ആ ഉപദേശത്തിൻ്റെ കത്തലിൽ ഞാൻ അവിടുത്തെ യുവജന സംഘടനയെ വിളിച്ചു. പെരുന്നാൾ തുടങ്ങാൻ പോകുന്നതിൻ്റെ തലയാഴ്ചയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ തലയാഴ്ച തന്നെ യൂത്ത് സംഘടനയെ വിളിച്ച് ഞാൻ കാർന്നുമാരിൽ നിന്ന് കേട്ട സകല ഇൻഫർമേഷനും ഫുള്ളി അൺലോഡ് ചെയ്തു ഇവരുടെ മേത്തേക്ക്. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഞാൻ സംസാരിച്ചു. കാർന്നുമാർ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, യൂത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ ദിവസങ്ങൾ ആരംഭിച്ചപ്പോൾ ഈ യൂത്തിലുണ്ടായിരുന്നവരുടെ ആത്മാർത്ഥമായ സമീപനവും പ്രാർത്ഥനാ ചൈതന്യവുമൊക്കെ ഞാൻ പതുക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. അവരെന്തുമാത്രം ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. വെറുതെ പണിയെടുക്കുക മാത്രമല്ല, അതിനുശേഷം അവർ പ്രാർത്ഥിക്കാൻ വരുന്നതും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ചെറിയൊരു പുച്ഛം തോന്നി. അപ്പോൾ കാർന്നുമാർ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല എന്നെനിക്ക് തോന്നി. അപ്പോൾ തിരുനാളിൻ്റെ പ്രധാന ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം ഞാൻ അവരുടെ അടുത്ത് നിന്ന്, അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞു, സോറി, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി, തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് ഓപ്പണായിട്ട് അവരുടെ ആ സർക്കിളിൽ ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടിട്ട്. അതിൽ ലീഡറിനോട് പറഞ്ഞു, അച്ചോ അച്ഛന് 8ൻ്റെ പണി തരാൻ ഞങ്ങളിരിക്കുകയായിരുന്നു തിരുനാൾ കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ തിരുനാൾ അവസാനിക്കുന്നത് അവസാനത്തെ കലാപരിപാടിയോടുകൂടിയാണ്. ആ കലാപരിപാടി പൊളിച്ചടുക്കി അച്ഛനൊരു 8ൻ്റെ പണി തരാനാണ് ഞങ്ങളിരുന്നിരുന്നത്. തിരുനാളൊക്കെ ഞങ്ങൾ മനോഹരമായിട്ട് നടത്തും. പക്ഷേ അച്ഛനീ പറഞ്ഞതിന് പ്രതികാരം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അച്ഛൻ്റെ ഈ വാക്ക്, ഈ രണ്ട് സെൻറ്റൻസ് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു, ഞങ്ങളുടെ തീരുമാനം മാറ്റുന്നു. അവരുടെ ആ ഒരു റിയാക്ഷൻ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ യുവജനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ധാരണകളല്ല, യുവജനങ്ങൾ ആരാണെന്ന് അറിയാനുള്ള എൻ്റെ ആഗ്രഹം ഞാൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ യുവജനങ്ങളോട് കൂടെ പ്രവർത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയമുള്ളവരും ഏറ്റവും കൂടുതൽ തീക്ഷ്ണതയുള്ളവരും ഏറ്റവും കൂടുതൽ കഴിവ് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായൊരു പ്രായം അതാണല്ലോ. സഭ ഒരു തലത്തിൽ മാർപ്പാപ്പമാരും, ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ഈ 3 മാർപ്പാപ്പമാരും, അതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ, അതുപോലെ ധാരാളം വൈദികരും ഒക്കെ യുവജനങ്ങളെ നിങ്ങളാണ് സഭ, അല്ലെങ്കിൽ നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ നടക്കില്ല, നിങ്ങളാണ് ഭാവി എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോഴെങ്കിലും ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ഛന്മാർ പോലും ചെറുപ്പക്കാരെ അടുപ്പിക്കരുത്. ഞാനൊരു സ്ഥലത്ത് കുറേ ഡീക്കന്മാരോട്, ആ വർഷം അവസാനം വൈദികരാകാൻ പോകുന്ന ഡീക്കന്മാരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡീക്കൻ എന്നോട്, തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഡീക്കനാണ്, പിന്നീട് ഞാൻ പേഴ്സണലിയൊക്കെ എവിടെ നോക്കിയിട്ടൊരു ബോധ്യത്തിൽ എന്നോട് പറഞ്ഞു, അതായത് മുൻ വൈദികൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഞ്ചിലേറ്റിയതാണ്, ചെറുപ്പക്കാരെ എപ്പോഴും ഒരു ദൂരത്തെ നിർത്താൻ പോലും, അവരടുപ്പിക്കരുത് എന്ന് പറയുന്നൊരു പ്രയോഗം. ഇത് അച്ഛൻ്റെ വാക്കുകളിൽ എനിക്ക് ഇപ്പോൾ ക്ലിയർ ആണെങ്കിലും അച്ഛൻ ഒന്ന് കൂടി അതിനെക്കുറിച്ചൊന്ന്. അച്ഛനാകുന്ന സമയത്ത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇത്തരത്തിലുള്ള ഒത്തിരി ഉപദേശങ്ങൾ നമുക്ക് എല്ലാ കാര്യത്തിലും കിട്ടും. അത് യുവജനങ്ങളെ നേരിടുന്ന കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള യേശുവിൻ്റെ അതേ അപ്രോച്ചാണ്. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് പ്രയോഗിച്ച അതേ ടെക്നിക്ക്. യേശു തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു ലോങ് പ്രഭാഷണമല്ല കൊടുത്തത്. ശിഷ്യന്മാരോട് പറഞ്ഞത് വന്ന് കാണുക എന്നാണ്. ഒറ്റൊരു കാര്യം, അനുഭവിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപദേശിക്കുന്നവർ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ വൈദികനായി ജീവിതം ആരംഭിക്കുമ്പോൾ അനുഭവങ്ങൾക്ക് വാതിൽ കൊടുക്കുക. അച്ഛൻ്റെ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു സെൻറ്റൻസ് ഒരു പക്ഷേ യൂത്ത് മിനിസ്ട്രിയില്ല. കാരണം ഞാൻ ഈ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ KCYയുമായി ബന്ധപ്പെട്ടും മിഷൻ ലീഗുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയണത് എന്തൊരു കൃത്യമായ കാര്യം അച്ഛൻ പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ എല്ലാം പഠിച്ചു വെച്ചിരുന്ന് എല്ലാം വന്ന് ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ട് വന്നിരുന്ന ഈ കുളവായന, അതിന് മുമ്പ് അച്ഛൻ പറഞ്ഞ സെൻറ്റൻസാണ് പ്രധാനം. കാരണം യൂത്ത് മിനിസ്ട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിക്കുകയല്ല, യുവജനങ്ങൾ പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് അടിപൊളി. അച്ഛനെക്കുറിച്ചുള്ളൊരു ഒരു പോസിറ്റീവായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ, മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം ഇതും കൂടിയാണ്. അച്ഛൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം വന്നാലും അവൻ 4 പ്രാവശ്യം തെറ്റിച്ചാലും അച്ഛൻ അത് വളരെ തുറവിയോടെ അവനെ സ്വീകരിച്ച് 5ാമത് വീണ്ടും ആ കാര്യം ചെയ്യാനുള്ള പ്രോത്സാഹനവും സാഹചര്യവും കൊടുത്ത് വിടുക, അല്ലാതെ അച്ഛനത് ചെയ്യില്ല. അച്ഛൻ കയറി അത് ഏറ്റെടുത്ത് ചെയ്യില്ല. അച്ഛൻ അവന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ.
ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ സുഹൃത്തുക്കളായി ഞങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛാ, അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അച്ഛൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അത് മൈനസ് സെമിനാരിയിൽ ഞാൻ സ്പിരിച്വൽ ഫാദറായിട്ട് കയറിയിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ റെക്ടറച്ഛൻ എന്നോട് പറഞ്ഞൊരു ഉപദേശത്തിൽ നിന്നാണ് എനിക്ക് ആ ഒരു വെളിച്ചം കിട്ടിയിട്ടുള്ളത്. രൂപതയുടെ മൈനസ് സെമിനാരി, ആ രൂപതയുടെ മൈനസ് സെമിനാരി, തൃക്കാക്കര, എറണാകുളം രൂപതയുടെ മൈനസ് സെമിനാരിയിൽ ഇതുപോലെ എൻ്റെ വീക്ഷണങ്ങളും എൻ്റെ ഡിസൈൻസും ഒക്കെ അടിച്ചേൽപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം, ഒരു ഓവർ തീക്ഷ്ണത എനിക്കും ആദ്യം ഉണ്ടായിരുന്നു, എല്ലാവരെയും പോലെ. പക്ഷേ റെക്ടറച്ഛൻ അന്ന് എന്നോട് പറഞ്ഞ ഒരു വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ചെറിയാച്ചോ, ഞാൻ മൈനസ് സെമിനാരിയിലെ സ്പിരിച്വൽ ഫാദറാണ്. എനിക്കും ഈ ഉപദേശങ്ങൾ കൊടുത്തിട്ട് മൈനസ് സെമിനാരിയിലെ സ്റ്റുഡൻസ് നന്നാകാത്തതിൽ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. ഞാൻ ഈ സങ്കടം എൻ്റെ റെക്ടറച്ഛൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. റെക്ടറച്ഛൻ പറഞ്ഞു, ചെറിയാച്ചോ, നീ ഇവിടെ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക നടാനല്ല, തെങ്ങ് നടാനാണ്. വെണ്ടയ്ക്ക നട്ടാൽ 6-ാം മാസം വെണ്ടയ്ക്ക ഉണ്ടാവും, 2-ാം മാസം അത് ഉണങ്ങി താഴെ വീണ് അവസാനിക്കുകയും. അതെ, റിസൾട്ട് പെട്ടെന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ മനോഹരമായിരിക്കും, വെണ്ടയ്ക്ക നിനക്ക് കിട്ടും. പക്ഷെ ഒരു തെങ്ങാണ് നീ വെക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞേ ഫലം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അത് ഫലം തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ മരിച്ചാലും അതിൽ നിന്ന് ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ക്ഷമ, ഈ ഒരു സ്ലോ പേസ് നിൻ്റെ യൂത്ത് മിനിസ്ട്രിയിൽ ഉണ്ടാകണമെന്നുള്ളൊരു വെളിച്ചം തന്നത് അച്ഛനാണ്. അതെന്നെ യൂത്ത് മിനിസ്ട്രിയിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാക്കുന്നൊരു വ്യത്യാസം വളരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പുത്തമ്പനാച്ചനെ എനിക്ക് പരിചയമുണ്ട്. വളരെ അത്തരത്തിലൊരു നല്ല വ്യക്തതയുള്ള അച്ഛനാണ്. ഞാൻ വീണ്ടും അച്ഛൻ ഒത്തിരി പ്രാവശ്യം ജീസസ് യൂത്ത് എന്ന് പരാമർശിച്ചതുകൊണ്ടും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത് ജീസസ് യൂത്തിലായതുകൊണ്ടും ഈ ചോദ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛൻ ജീസസ് യൂത്തിൻ്റെ 2 ടേമിൽ 3 വർഷം വീതം നാഷണൽ ആനിമേറ്ററായിരുന്നു. അച്ഛൻ കേരളത്തിൽ വർഷങ്ങളോളം ജീസസ് യൂത്തിൻ്റെ പല പ്രോജക്റ്റുകളുടെയും ഫുൾ ടൈമർഷിപ്പ് പോലുള്ള പ്രോജക്റ്റുകളുടെ ആനിമേറ്ററായിരുന്നു. ഇൻ്റർനാഷണലി ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമേഴ്സ് ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ആനിമേറ്ററാണ് അച്ഛൻ. ജീസസ് യൂത്തുമായിട്ടുള്ള അച്ഛൻ്റെ ബന്ധം, അച്ഛൻ്റെ പ്രവർത്തനം, അതെങ്ങനെ അച്ഛനെ സഹായിച്ചു, അതുമായി ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനും 20 വർഷം പൂർത്തിയാവുന്നത്. ഞാൻ ഡീക്കനായിരിക്കുമ്പോഴാണ്, അച്ഛനാകുന്നതിൻ്റെ തലേ വർഷമാണ് ഫുൾ ടൈമർഷിപ്പ് പ്രോജക്റ്റിലൂടെ ജീസസ് യൂത്തുമായിട്ട് പരിചയപ്പെടുന്നത്. ജീസസ് യൂത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതൊരു മുന്നേറ്റമാണ്. സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമോ ഒരു സംഘടനയോ അല്ല, മറിച്ച് യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി നയിക്കുന്ന ഒരു മുന്നേറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീസസ് യൂത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂനെസ്, ഒരു പ്രോഗ്രസ്, ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിനോട് എന്നെ ഇത്രയും വർഷം ചേർത്ത് നിർത്താനുള്ള ഒരു കാരണവും. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഒരു കാര്യത്തിലും അധികം ആഴപ്പെട്ട് അധിക കാലം നിൽക്കാനുള്ളൊരു കാരിസം എനിക്കില്ല. തിളച്ചെണ്ണയിൽ കിടക്കുന്ന കടുക് പോലെയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് വർഷങ്ങളോളം ഇരിക്കാനുള്ളൊരു ക്ഷമ എനിക്കില്ല ബൈ ബർത്ത്. പക്ഷേ ജീസസ് യൂത്തുമായിട്ട് ഇത്രയും ഒരു ലോങ് റിലേഷൻഷിപ്പ് ഞാൻ സൂക്ഷിക്കുന്നത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമുകളിലും ജീസസ് യൂത്തിൻ്റെ പ്രവർത്തന ശൈലിയിലും ഞാൻ കാണുന്ന ഒരു ന്യൂനെസ്സാണ്. അതെ, പുതുമ. അതെൻ്റെ വൈദിക ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റ്, അച്ഛൻ ആദ്യമായി ഇപ്പോൾ ഈ ഡയക്കണൈറ്റ് മിനിസ്ട്രിയുടെ സമയത്ത് ഫുൾ ടൈമേഴ്സ് ഒരു കമ്മിറ്റ്മെൻറ്റ് എടുത്തെന്ന് പറഞ്ഞല്ലോ, 1 year. എന്താണ് ആ ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റ് എന്നൊന്ന് പെട്ടെന്നൊന്ന് പറയാൻ പറ്റും? ജീസസ് യൂത്തിലെ വളരെ അറിയപ്പെടുന്ന അനേകം പരിശീലന പരിപാടികളിൽ ഒന്നാണത്. ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾ 1 വർഷം മിഷൻ പ്രവർത്തനം അനുഭവിക്കാനും മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു ആദ്യകാല പരിശീലന കാലഘട്ടം എന്ന രീതിയിലും 1 വർഷം മാറ്റിവെക്കുന്നതിനാണ് ഫുൾ ടൈമർഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഡീക്കനായിരുന്ന സമയത്ത് തിയോളജി പൂനെയിലാണ് പഠിച്ചത് എന്നുള്ള ഒറ്റ കാരണത്താൽ അവസാന വർഷ തിയോളജി ഞങ്ങൾ സെമിനാരിയിൽ നിന്ന് പുറത്താണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ രൂപതയിൽ ഇല്ലാഞ്ഞ കാരണം അന്നത്തെ എൻ്റെ രൂപതയുടെ കൊച്ചു പിതാവായിരുന്ന ജേക്കബ് മനത്തോടത്ത് പിതാവാണ് എന്നെ ഈ ഒരു ഫുൾ ടൈമർഷിപ്പ് പ്രോജക്റ്റിലേക്ക് പറഞ്ഞു വിടുന്നത്. ജീസസ് യൂത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ലാതെയാണ് ഞാൻ ഈ ട്രെയിനിങ്ങിലേക്ക് വരുന്നത്. 40 ദിവസത്തെ പരിശീലനം കഴിഞ്ഞ് എൻ്റെ രൂപതയിലേക്ക് തിരിച്ചു പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ 40 ദിവസത്തെ പരിശീലനത്തിൽ ഈ യുവാക്കളുമായിട്ട് അടുത്ത് ഇടപഴകിയപ്പോൾ എന്താണ് ഈ പ്രോജക്റ്റിൻ്റെ പർപ്പസ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ 1 വർഷം ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഡയക്കനേറ്റ് മിനിസ്ട്രി ഒരു ഫുൾ ടൈമറെ പോലെ ക്യാമ്പസുകളിൽ 1 വർഷം ഞാൻ മാറ്റിവെച്ചു. അതിലൂടെ എനിക്ക് കിട്ടിയത് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനുള്ള, ഇന്ത്യയെ മുഴുവൻ അടുത്തറിയാനുള്ള ഒരു വാതിലാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ജീസസ് യൂത്തിൻ്റെ റൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്തിൻ്റെ ഒരു നാഷണൽ ടീമിൻ്റെ
ആനിമേറ്റർ ആകാൻ സാധിച്ചപ്പോൾ, ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചപ്പോൾ അവരെ സന്ദർശിക്കാനും ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തെ ഗ്രാമങ്ങളിലെ മിഷൻ പ്രദേശങ്ങളിൽ പോലും കടന്നു ചെല്ലാനും മിഷനിൽ ഇൻവോൾവ് ആകാനായിട്ട് എനിക്ക് ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂത്ത് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വീണ്ടും പറയാമായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ വീണ്ടും അച്ഛൻ ഈ യാത്രകൾ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് ധാരാളം മിഷൻ യാത്രകൾ, പ്രത്യേകിച്ച് ഞാൻ അച്ഛനുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനിടയുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ നാഷണൽ ലെവൽ അച്ഛൻ ആനിമേറ്റർ ആയിരുന്ന കാലത്ത് എനിക്ക് അച്ഛനോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അച്ഛൻ ഒത്തിരി യാത്രകൾ ചെയ്തിരുന്ന ഒരു അച്ഛനാണ്. അത് യാത്രകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ യാത്ര ചെയ്യുക എന്ന് പറയണത് ഇന്നും അച്ഛൻ ചെയ്യുന്ന യാത്രകളുടെ പ്രത്യേകതകൾ ട്രെയിനിലാണ്, സെക്കൻഡ് ക്ലാസ് സ്ലീപ്പർ ക്ലാസ്സിൽ, ഓർഡിനറി സ്ലീപ്പർ ക്ലാസ്സിലാണ് നമുക്ക് യാത്രകൾ. ചിലപ്പോഴൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് പലപ്പോഴും നടക്കില്ല. എനിക്കറിയാം, പലപ്പോഴും അച്ഛൻ യാത്ര ചെയ്തിട്ടുള്ളതിൻ്റെയൊക്കെ ബാക്കപ്പൊക്കെ പലപ്പോഴും എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം അച്ഛൻ പലപ്പോഴും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരുന്നും ഒക്കെ സാധാരണ ഇതിനകത്തിരുന്നും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതൊക്കെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ. അച്ഛൻ ഇന്ത്യക്ക് പുറത്തും ധാരാളം മിഷൻ സ്ഥലങ്ങളിലേക്ക് അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ അത്തരത്തിലുള്ള ചില മിഷൻ യാത്രകളുടെ അനുഭവങ്ങളും സ്ഥലങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റല്ല, മറിച്ച് ആ ഓരോ യാത്രയ്ക്കും പ്രത്യേകത ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രയും കഷ്ടപ്പെട്ടുള്ള യാത്രകളാണ് അച്ഛൻ പോയിട്ടുള്ള എല്ലാ യാത്രകളും തന്നെ. ഒന്ന് പറയാമോ അച്ഛൻ? ഈ ഇവാഞ്ചലൈസേഷൻ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ യാത്രകളെല്ലാം നടത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ ചെയ്യുന്ന ഇവാഞ്ചലൈസേഷൻ പ്രവർത്തനങ്ങളെക്കാൾ യാത്രയുടെ ഇടയിൽ പോലും ഒത്തിരി ഇവാഞ്ചലൈസേഷനുമായി ബന്ധപ്പെട്ടൊരു ഇൻഫോർമൽ ഇവാഞ്ചലൈസേഷൻ നടത്താനായിട്ടും ഒത്തിരി അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. റൈജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീസസ് യൂത്ത് ഒരു പ്രീ പ്ലാൻഡ് സംഭവമല്ലാത്തതുകൊണ്ടും ഷെഡ്യൂളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. നമ്മളൊരു മുന്നേറ്റത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സമയത്തേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ സ്ലീപ്പർ ക്ലാസ്സിൽ കിടക്കാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റാണ്. പക്ഷേ നമുക്ക് ബർത്ത് കിട്ടിയിട്ടില്ല. ബർത്ത് കിട്ടാതെ വെയിറ്റിംഗ് ലിസ്റ്റോടുകൂടെ നമുക്ക് ട്രെയിനിൽ കയറാം, സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ കയറാം. പക്ഷേ സീറ്റിലിരിക്കാൻ അനുവാദമില്ല. അപ്പോൾ രാത്രി കിടക്കേണ്ട സമയമായപ്പോൾ ടോയ്ലറ്റിൻ്റെ സൈഡിലുള്ള വിശാലമായൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മൾ കിടക്കുകയാണ്. കൂടെ ഒരു മിലിറ്ററിക്കാരനുണ്ട്, നിലത്ത് മിലിറ്ററിക്കാരനുണ്ട്. മിലിറ്ററിക്കാർ സാധാരണ ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യാറുണ്ട്. കാരണം അവർ ഇതുപോലെ ലാസ്റ്റ് നിമിഷം ടിക്കറ്റ് അതെ. പക്ഷെ അവർക്ക് കോട്ടയുണ്ട്. അവർ ലോക്കൽ ടിക്കറ്റ് മാത്രം എടുത്താണ് സ്ലീപ്പർ ക്ലാസ്സിൽ അപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ മിലിറ്ററിക്കാരൻ ടിക്കറ്റ് ടി വന്നപ്പോൾ പുള്ളിയോട് അനാവശ്യമായി ചൂടാകുകയാണ്. ഒരു മിലിറ്ററിക്കാരനായ എന്നെ, ഇന്ത്യ കാക്കുന്ന എന്നെ നിങ്ങൾ ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാണ്. ഒരു സീറ്റ് തരേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. അടുത്ത പരിശോധന എൻ്റേതായിരുന്നു. എൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുത്തു, സ്ലീപ്പർ ക്ലാസ്സിൻ്റെ ടിക്കറ്റ് തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നതെന്ന് ടി എന്നോട് ചോദിച്ചു. ഒരു 100 രൂപ തരികയാണെങ്കിൽ ഞാനൊരു ടിക്കറ്റ് ഒരു സീറ്റ് കൺഫേം 100 രൂപ എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ വേണ്ട, ഞാനിവിടെ രാത്രി ചിലവഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉറക്കം തുടരുകയാണ്. അതിനുശേഷം അത്ഭുതമുണ്ടായത് മിലിറ്ററിക്കാരൻ്റെ കംപ്ലയിൻറ്റ്സ് അവസാനിച്ചു എന്നുള്ളതാണ്. മിലിറ്ററിക്കാരൻ പതുക്കെ മുഖം എൻ്റെ സൈഡിലേക്ക് തിരിച്ചു. പുള്ളിയുടെ മിലിറ്ററി അനുഭവങ്ങളും പുള്ളിയുടെ വീട് സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞതെന്ന് പുള്ളി എന്നോട് ചോദിക്കുകയും അതിലൂടെ കർത്താവിനെ കൊടുക്കാനായിട്ടുള്ളൊരു അവസരമായിട്ടത് മാറുകയും ചെയ്തു. അച്ഛൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ, കർത്താവിനെക്കുറിച്ച് പറയാൻ, ഞാൻ എൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാനൊക്കെയുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഈ ചെറിയൊരു ഡയലോഗ് മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അനുഭവം എനിക്ക് ഓർമ്മയുള്ള അഹമ്മദാബാദിൽ നിന്ന് അച്ഛൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂസിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡ്, കൈക്കൂലി കൊടുക്കില്ല എന്നുള്ളൊരു പോളിസിയാണ് തീർച്ചയായിട്ടും. യെസ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഒരു ചെറിയ അനുഭവം ഹിജറകളുമായിട്ടാണ്. അഹമ്മദാബാദിൽ നിന്ന് രാജസ്ഥാനിലേക്കുള്ള യാത്രയിൽ അത് വളരെ ശാന്തമായൊരു കമ്പാർട്ട്മെൻറ്റ്, അധികം ആരുമില്ല. ദീപാവലിയുടെ സമയമാണെങ്കിലും ആ കമ്പാർട്ട്മെൻറ്റിൽ അധികം ആരുമില്ല. അപ്പോൾ ഹിജറകൾ അവരുടെ ലോക്കൽ പിരിവുകളൊക്കെ കഴിഞ്ഞ് ശാന്തമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. സാധാരണ ട്രെയിൻ യാത്രക്കാർ നിരന്തരം ശല്യപ്പെടുത്തുന്ന ഒരു കാറ്റഗറിയാണ് അവർ, ഹിജറകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. യെസ്. അപ്പോൾ അവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് നമ്മളിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പുറമുള്ള ഡയലോഗ് അവർക്കില്ല. എൻ്റെ അടുത്ത് വന്നു, നമ്മൾ പൈസ കൊടുത്തില്ല, അവരോട് ചിരിച്ച് കാണിച്ചു. അവർ ശാന്തരായ അപ്പുറത്തേക്ക് പോയിരുന്നു അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഞാൻ അത് കേട്ടിട്ട്, ഹിന്ദിയിലാണ് പറഞ്ഞത്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ അവർ ഇൻട്രസ്റ്റഡായി. പ്രത്യേകിച്ച് അവരുടെ താമസ സ്ഥലത്തെക്കുറിച്ച്, അവരുടെ ജോലിയെക്കുറിച്ച്, എങ്ങനെ അവർ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് 2-3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ
അവരിങ്ങോട്ട് അവരുടെ മനസ്സ് തുറന്നു. അവർ പറഞ്ഞത് ഇതാണ്, സാധാരണ ആൾക്കാർ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന ഡയലോഗ് ഇതൊന്നുമല്ല, ശുദ്ധ അസംബന്ധമോ അല്ലെങ്കിൽ വളരെ പരുഷമായ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ ഓടിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ ആളുകൾ വരുന്നിടത്ത് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അതെ, ഞങ്ങളെ ഒന്നില്ലെങ്കിൽ പേടിക്കുകയും ചെയ്യും, മാറിപ്പോവുകയും ചെയ്യും. പക്ഷെ താങ്കൾ ചോദിച്ചത് ഞങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10-20 മിനിറ്റ് അവരുടെ സ്വകാര്യ ദുഃഖങ്ങളെക്കുറിച്ച് അവർ ഷെയർ ചെയ്തു. അതുമൂലം ഇവരെ നമ്മുടെ കേരള ലേബർ മൂവ്മെൻറ്റിലെ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ അച്ഛനായിട്ട് ഒന്ന് മുട്ടിക്കാൻ എനിക്ക് സാധിച്ചു. വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ലായിരിക്കും, പക്ഷേ വടക്കുംപാടൻ അച്ഛൻ ലേബർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹിജറകൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഇവരുടെ ഡീറ്റെയിൽസ് അച്ഛനുമായിട്ട് ഷെയർ ചെയ്യാനും അങ്ങനെ ഇവാഞ്ചലൈസേഷൻ്റെ വേറൊരു മോഡ് അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു മിഷൻ യാത്രകളുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള കൂടുതൽ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ എനിക്കറിയാം, അച്ഛൻ യുഗാണ്ടയിൽ ആഫ്രിക്കയിൽ മിഷൻ യാത്രകൾ നടത്തിയിട്ടുണ്ട്, ശ്രീലങ്ക, പല സ്ഥലങ്ങളിലും അച്ഛൻ പോയിട്ടുണ്ട്. അച്ഛൻ ഒരു രൂപതാ വൈദികൻ എന്ന നിലയിൽ അച്ഛൻ്റെ ഈ മിഷൻ യാത്രകൾ അച്ഛനെ എങ്ങനെ സഹായിച്ചു എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും കൂടുതൽ മിഷൻ വിശേഷങ്ങൾ ഒരുപക്ഷെ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പറയേണ്ടി വരുമായിരിക്കും. എങ്ങനെ സഹായിച്ചു എന്നൊന്ന് പറയാമോ? സാധാരണ ഏതൊരു ജീവിത സാഹചര്യത്തിൽ കടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ റൈജു, ഒരു അച്ഛൻ എന്ന രീതിയിൽ ഞാൻ, ഒരു വിവാഹിതൻ എന്ന രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നവർ അവരവരുടേതായ ഒരു കംഫർട്ട് സോൺ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തുള്ള നന്മകൾ മതി, പ്രവർത്തനങ്ങൾ മതി എന്നുള്ള കാര്യത്തിൽ അത് അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾ എടുക്കേണ്ട ഒരു എക്സ്ട്രാ സ്റ്റെപ്പുണ്ട്. അതിനകത്തേക്ക് കടക്കാനായിട്ട് എന്നെ ഈ മിഷൻ യാത്രകൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മിഷൻ യാത്രയ്ക്ക് ഞാൻ പോകുമ്പോഴും ഇതിൽ നിന്ന് എനിക്ക് എന്ത് പുതിയതായിട്ട് പഠിക്കാമെന്നുള്ള അന്വേഷണം എന്നെ മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്കെന്ത് കൊടുക്കാം അവർക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ മിഷൻ യാത്രകളൊക്കെ നടത്തുന്നതെങ്കിൽ മൂന്നാമത്തെ മിഷൻ യാത്രയിൽ ഞാൻ എൻ്റെ പെട്ടി മടക്കി വീട്ടിലിരിക്കുകയുള്ളൂ. പക്ഷേ ഓരോ പ്രാവശ്യവും പുതിയൊരു ദേശത്തേക്ക്, പുതിയൊരു കൾച്ചറിലേക്ക് മിഷന് പോകുമ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ് അവരുടെ കയ്യിലുള്ളത്. കഴിഞ്ഞ അവസാനം പോയത് യുഗാണ്ടയിലേക്കാണ്. യുഗാണ്ടയെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണകൾ എനിക്കുണ്ട്. അവരുടെ തൊലിയുടെ കളർ പോലെ തന്നെയാണ് അവരുടെ ജീവിതമെന്നും മൊറാലിറ്റി എന്നൊക്കെയുള്ള ഭയങ്കര തെറ്റിദ്ധാരണകൾ നമുക്ക് പലതുമുണ്ട്. പക്ഷേ അവരുടെ കൾച്ചറിൻ്റെ ഒരു ഡെപ്ത്, കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളോടുള്ള അവരുടെ ഒരു തുറവി, യൂക്രിസ്റ്റിക് സെലിബ്രേഷനോടുള്ള അവരുടെ ഒരു വൈബ്രൻസി, യൂത്തിൻ്റെ പവർ, അതൊക്കെ അടുത്ത് കാണാനായിട്ട് അവസരം ഉണ്ടായപ്പോൾ അവരിൽ നിന്ന് പഠിക്കാൻ ഒത്തിരി അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ ഈ ആഫ്രിക്കയിൽ എന്താണ് മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അച്ഛൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത്, നടക്കുന്ന പ്രവർത്തനങ്ങളും മറ്റു ചില മിഷൻ അനുഭവങ്ങളും കൂടി അച്ഛൻ പറയണം. എങ്കിലും അച്ഛൻ ഈ ഒരു എപ്പിസോഡിൽ അച്ഛൻ തുടങ്ങിയെടുത്ത് തന്നെ ഞാനൊന്ന് തിരിച്ചു വരിക. പ്രത്യേകിച്ച് യൂത്ത് അച്ഛൻ ആദ്യം പറഞ്ഞു തുടങ്ങിയൊരു കാര്യം ദൈവാശ്രയത്വത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. അതായത് ഒരു നോർത്ത് ഈസ്റ്റിലുണ്ടായ വലിയ ഒരു സാഹചര്യത്തിൽ, നിങ്ങൾ ബന്ധമായിട്ട് 2 സ്ഥലത്ത് പെട്ടുപോയൊരു സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൽ ഈശോ നീ അല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായൊരു പരിഹാരം എന്നും, അതുപോലെ യൂത്ത് മിനിസ്ട്രിയെ ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു വളരെ നല്ലൊരു പോയിൻ്റാണ് ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്യണത്. ഞാൻ പ്രവർത്തിക്കുകയല്ല, മറ്റു യുവജനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കലാണ് യൂത്ത് മിനിസ്ട്രി എന്നുള്ള ആ ഒരു അച്ഛൻ്റെ ഒരു ചിന്ത. അതിനേക്കാളൊക്കെ കിട്ടിലായത് എന്താ പറയുക അച്ഛൻ, പുത്തമാനച്ഛനെ കുറിച്ച് എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു രോമാഞ്ചം വന്നു. കാരണം നീ വെണ്ട നടാൻ വന്നല്ല, തെങ്ങ് നടാൻ വന്നവനാണെന്നുള്ള ആ ഒരു കാര്യം. ഇത് യൂത്ത് മിനിസ്ട്രി മാത്രമല്ല, ഏത് പാസ്റ്ററൽ റോളിലും ഏത് മിഷണറി വർക്കിലും ഈ ക്ഷമയും ഈ വിഷ്ണുവാണ് ആവശ്യം. അതുകൊണ്ട് അച്ഛൻ ഇനിയും ധാരാളം തെങ്ങ് നടാൻ പറ്റട്ടെ, ഒരു മിഷണറി വൈദികനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓരോ തരത്തിലും അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു വിളിയാണ് അച്ഛൻ ഓരോ സമയവും ദൈവാത്മാവിനാൽ പ്രചോദനം തരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ഇനിയും ധാരാളം എക്സ്ട്രാ സ്റ്റെപ്പുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ 2ാമത്തെ എപ്പിസോഡിലും ഈ ജോഷുവ പ്രോഗ്രാമിൽ ശാലോം പ്രേക്ഷകരോടൊപ്പം ആയിരുന്നതിന് ഞാൻ നന്ദി. താങ്ക് യു. നവചൈതന്യം സ്വീകരിച്ച് ലോകമെങ്ങും സഞ്ചരിക്കുവാൻ ഇതാ അനേകം നവവൈദികർ തയ്യാറാവുന്നു. ഇനിയുള്ള കാലം ഏറെ കലുഷിതമാണ്. ക്രിസ്തുവിൻ്റെ നാമം ജനതകൾക്കിടയിൽ പ്രഘോഷിക്കപ്പെടുക എന്നത് സ്വർഗത്തിൻ്റെ പദ്ധതിയാകുന്നു. സ്വർഗം ഇതിനായി അനേകരെ കൃപയാൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കൃപ ഏറ്റുവാങ്ങുവാൻ ഒഴിഞ്ഞ കുടങ്ങളായി
ദൈവസന്നിധിയിൽ വ്യാപരിക്കുക എന്നതാണ് പ്രധാനം. വിശുദ്ധിയുള്ള ജീവിതവും അതുവഴിയുള്ള കൂദാശാ ചൈതന്യവും മാത്രമാണ് ഇതിനായി ഓരോ ശുശ്രൂഷകന്റെയും കരുത്തായി മാറേണ്ടത്. ജോഷുവയുടെ പിന്മുറക്കാരാകാൻ വിളി ലഭിച്ച അഭിഷിക്തരെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിന്റെ യാത്ര തുടരുന്നു. ഇവരുടെ ജീവിതത്തിലെ ദൈവിക കരുതലിന്റെ പങ്കുവയ്ക്കലുകളും തുടരും. മനുഷ്യരെ പിടിക്കുന്ന പുത്തൻ വല നൽകിയ ക്രിസ്തുനാഥന്റെ കാലടിപ്പാടുകൾ തെളിയുന്ന പുത്തൻ വീഥികളുടെ ചിത്രങ്ങൾ ഇനിയുമേറെ നമുക്ക് കാണാം പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.